അസ്സലാമലൈക്കും. ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 5 അത്യാവശ്യം നല്ല വലിപ്പമുള്ള 5 നേന്ത്രക്കായ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാനുള്ളതാണ്. അപ്പം നമ്മുടെ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട. അപ്പം ഞാൻ 3 തവണയായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നേന്ത്രപ്പഴമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വറുത്തെടുക്കുന്ന നേന്ത്രപ്പഴത്തിലേക്കുള്ള പണ്ട റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പം ഞാൻ ഏതായാലും നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ നെയ്യ് ആവശ്യമുള്ളവർക്ക് നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 20ഓളം അണ്ടിപ്പരിപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരിപ്പൊന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ നിറം ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് നമ്മുടെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഏകദേശം ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കോരി മാറ്റാം. മുഴുവനും അണ്ടിപ്പരിപ്പ് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിലോട്ടേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു വലിയ തേങ്ങ ചിരവിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം, പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ എണ്ണയിലേക്ക് ഇട്ടിരുന്ന നേന്ത്രപ്പഴം നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരുന്ന പഴവും കൂടി ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പം ഞാൻ എണ്ണയിൽ നിന്ന് മുഴുവനും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളത് മുഴുവനും അതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. മുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ഒരു വശം മാത്രം നല്ലോണം കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ തേങ്ങ ഏകദേശം നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് പഞ്ചസാര മെൽറ്റാകുന്ന ആ സമയം മതിയാവും നമുക്ക്. അപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ട പഞ്ചസാര മുഴുവനും നല്ല പോലെ മെൽറ്റായതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ പണ്ടം റെഡിയാവും. ഇപ്പം നമ്മുടെ പണ്ടം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കാം. നല്ല വലിപ്പമുള്ള ഒരു പാത്രം എടുത്തതിന് ശേഷം നമ്മളുടെ പണ്ടം, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പണ്ടം, അതിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ മുഴുവൻ നേന്ത്രപ്പഴവും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ നല്ല വലുപ്പമുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാനും നല്ലതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നല്ലൊരു വലുപ്പമുള്ള പാത്രം തന്നെ എടുത്തത്. അപ്പം നമ്മൾ നമ്മുടെ പണ്ടം, ബാക്കി ഉണ്ടായിരുന്ന പണ്ടവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞ് നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഈ അണ്ടിപ്പരിപ്പ് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.